ഹലോ, വയനാടമ്മ നിർമ്മലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണെന്ന് പലർക്കും അറിയില്ലായിരിക്കാം, നാട്ടുമ്പുറത്തൊക്കെ ഉള്ളവർക്കറിയാം. ഇതാണ് മുളങ്കൂമ്പ്. ഇതിലൊരു ഇത് കുത്തി വച്ചേക്കുന്നത് അത് മൂത്ത് പോവില്ല അങ്ങനെ കുത്തി വെച്ചാലെന്നാണ് ഈ ആദിവാസികളുടെ ഒരു വിശ്വാസം കേട്ടോ. ഞാനിതിനെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി നല്ലോണം കൊണ്ടുവരാം. പണ്ടൊക്കെ ഇത് ആദിവാസികൾ ഒത്തിരി കഴിക്കുമായിരുന്നു. നല്ല ഔഷധ ഗുണവും പോഷകം ഉള്ള ഒരു ഇതാണ് കേട്ടോ. ഇതേപോലെ ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കപ്പ അരിയും പോലെ നമുക്ക് അരിഞ്ഞെടുക്കണം. നല്ല കനം കുറച്ച് വേണം അരിയാൻ. ഇത് പെട്ടെന്നങ്ങ് കറി ഉണ്ടാക്കാൻ പറ്റില്ല. തലേദിവസം തിളപ്പിച്ചൊക്കെ ഇട്ട് പിറ്റേ ദിവസം കഴുകിയൊക്കെ ഊറ്റിയെടുത്തിട്ട് പിഴിഞ്ഞൊക്കെ എടുത്തിട്ട് വേണം ഇത് വെക്കാൻ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, മറക്കരുത് കേട്ടോ. ലൈക്കും ഷെയറും വേണേ, കമൻറ്റും വേണം കേട്ടോ. ഇതേപോലെ ഞാൻ അരിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ ഒടിച്ച് നോക്കുമ്പോഴേ പൊട്ടുന്ന പരുവത്തിലുള്ളതായിരിക്കണം, അല്ലെങ്കിൽ അതിൽ നാരായിരിക്കും. ഒടിച്ചൊടിച്ച് നോക്കണം, ഇങ്ങനെ ഒടിച്ചൊടിച്ച് നോക്കണം. മരുന്നൊക്കെ കഴിച്ചിട്ട് നല്ല ക്ഷീണം വരുന്നുണ്ട്, അതാട്ടോ. ഇങ്ങനെ ഒടിച്ച് നോക്കണം. ഞാൻ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതൊരു ചട്ടിയിൽ നന്നായിട്ട് ഇച്ചിരി ഉപ്പിട്ട് 2-3 പ്രാവശ്യം തിളപ്പിച്ച് ഊറ്റണം. നല്ല ഔഷധ ഗുണമുള്ള ഒരു വെജിറ്റബിൾസാണിത്. അത് ഞാൻ കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കിനി ഒന്ന് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. ഇത് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ കുറച്ചുകൂടി ഇച്ചിരി കൂടി ചെറുതാക്കിയൊക്കെ അരിയാം കേട്ടോ. ഇതിലേക്ക് ആവശ്യമായ എന്താ വേണ്ടതെന്ന് നോക്കാം നമുക്ക്. ഉപ്പ് വേണം, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, തേങ്ങ വേണം, ചുവന്ന മുളക് ഇടിച്ചത്, വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ചതച്ചത്, കറിവേപ്പില. ഇനി ഒരു പാനടുപ്പ് വെച്ചിട്ട് നമുക്ക് കടുക് വറുക്കാം. കടുക് വറുത്ത് വരുമ്പോഴത്തേനും നമുക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചുവന്ന മുളക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് പൊടികളൊക്കെ ഇട്ട് അതൊന്ന് ചൂടായിട്ട് പച്ചച്ചോവ് മാറിക്കഴിയുമ്പോൾ നമുക്ക് തേങ്ങയും കൂടി ഇടാം. മുളകും ഇടുന്നത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് നല്ലോണം ഇതേപോലെ ഒലത്തിയെടുക്കുകയാണ്. കഞ്ഞീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു തോരൻ എല്ലാവരും ഉണ്ടാക്കി.